ഡി ഡി ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭൗമരാഷ്ട്രീയം തിളച്ചു മറിയുന്ന ഒരവസ്ഥ. വാസ്തവത്തിൽ ഇത്രയധികം അനിശ്ചിതാവസ്ഥകൾ ഉണ്ടായിട്ടുള്ള ഒരു ലോകക്രമം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതകാലത്ത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഒരേ സമയം ഗൾഫിൽ നടക്കുന്ന പ്രശ്നങ്ങളാവട്ടെ, അതുമല്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷമാവട്ടെ, തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിൽ പോലും സംഭവിക്കുന്ന മാറ്റങ്ങളാവട്ടെ, ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമായി മാറുമ്പോഴാണ് ഭൗമരാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ച ഉണ്ടാവുക. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അവഗാഹത നേടിയ വ്യക്തിയുമായി തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതിനായി നമ്മുടെ കൂടെ ഇന്ന് ഡി ഡി ടോക്സിൽ ചേരുന്നത് ഇന്ത്യയുടെ മുൻ അംബാസഡറാണ് ശ്രീ MK ഭദ്രകുമാർ സാർ. സ്വാഗതം സാർ. താങ്ക് യു സാർ, ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം സാർ ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും ചിന്തയും ഒപ്പം പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. പൊതുവെ ഇപ്പോഴത്തെ ഭൗമരാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? ഇന്ത്യ ഈ ഭൗമരാഷ്ട്രീയവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? മൗലികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് തുടക്കത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് വളരെ നന്ദി കേട്ടോ എന്നെ ക്ഷണിച്ചതിൽ. അതൊരു വലിയൊരു പ്രിവിലേജാണ്. എൻ്റെ വ്യൂസിന് ഇത്ര കൺസിഡറേഷൻ തരുന്നു എന്നുള്ളത് താങ്കൾ. ഫണ്ടമെൻ്റലായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ആഴത്തിലുള്ള ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചിരുന്നാൽ ഞാൻ അവസാനം മോസ്കോയിലുണ്ടായിരിക്കുന്ന സമയത്താണ്, ഗോർബച്ചോവിൻ്റെ സമയത്തായിരുന്നു ഞാനവിടെ ഉണ്ടായിരുന്ന. മിനിസ്റ്റർ കൗൺസിലറായിരുന്നു എംബസിയിൽ. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ തകരുന്നതും ഈ ശീതയുദ്ധം അവസാനിക്കുന്നതും വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു ട്രയംഫലിസം വെസ്റ്റേൺ വേൾഡിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോഴിന്ന് ഇപ്പം കഴിഞ്ഞ ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ മറ്റോ ഇവിടുത്തെ ഉള്ള പ്രധാനപ്പെട്ട ഒരു വീക്ക്ലിയിൽ ഞാൻ കണ്ടു, അതിൻ്റെ തലപ്പെട്ട് കവർ സ്റ്റോറിയായിട്ട് എഴുതിയിരിക്കുന്നത് കമ്മ്യൂണിസം ഈസ് ഡെഡ് എന്ന്. ആശയം മരിക്കാൻ പറ്റില്ല. അത് പല രാജ്യങ്ങളിലും സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കാൻഡിനേവിയൻ ഇക്കോണമീസും അതവിടുത്തെ വെൽഫെയർ സിസ്റ്റവുമൊക്കെ ഇത്തരത്തിലുള്ള ആശയങ്ങളെ ഉൾക്കൊണ്ടുള്ള സംവിധാനമാണ് പാശ്ചാത്യ ലോകത്ത് തന്നെ ഉള്ളത്. എൻ്റെ ഇതിൽ അമേരിക്ക ഇന്നത്തെ ഇക്കണോമിക് പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ ഇത്തരത്തിലുള്ള ട്രംപിൻ്റെ ആശയം തന്നെ അതാണ്. ട്രംപ് സ്വാമ്പ് എന്ന് പറയുന്ന വാഷിങ്ടനെ ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നത് വളരെ ചുരുക്കം ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന തരത്തിലുള്ള ഒരു ആളുകൾ, ജനതയുടെ ഒരു ചെറിയ വിഭാഗം, ബഹുഭൂരിപക്ഷം നാഷണൽ വെൽത്തിനെ അവർ മൊണോപ്പൊളൈസ് ചെയ്തിരിക്കുന്നു. അതിന് ഇക്വിറ്റബിളായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വേണം, വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ വേണം. ആ ടെൻഷനിൽ നിന്നാണ് ട്രംപ് എന്നുള്ള പ്രതിഭാസം തന്നെ അവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന സംഗതികളാണ് ഈ രീതിയിൽ മുദ്രകുത്തുന്നത്. ഏതായാലും 90കളിൽ അന്ന് തുടങ്ങി. അതെ, അത് ഞാൻ പറയാം. അതിൽ കാര്യമെന്ന് വെച്ചിരുന്നാൽ ഈ ചരിത്രത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരു വലിയ യുദ്ധവും കൺഫ്രണ്ടേഷനും മറ്റും അവസാനിക്കുന്നത് ഒരു സെറ്റിൽമെൻറ്റ് വഴിയാണ്. ഇതിൽ ഞാനൊരു നല്ല രസകരമായിട്ട് ഞാനിത് വിശദീകരിച്ച് പറയാൻ പറ്റും എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് നിരീക്ഷിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഞാനന്ന് മോസ്കോയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. എംബസിയിൽ പൊളിറ്റിക്കൽ വർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടതെന്താണ്, ഈ ഗോർബച്ചോവ് എന്നുള്ള പ്രതിഭാസം അവിടെ വന്നതിന് ശേഷം അദ്ദേഹം റിഫോം തുടങ്ങി, അത് കൈവിട്ടു. ചരിത്രത്തിൽ എല്ലായിടത്തും കാണുന്നുണ്ട് ഈ റിഫോം മൂവ്മെൻറ്റ്. ഇപ്പോൾ ഇറാനിൽ വന്ന വിപ്ലവം വന്നതും അതുപോലെയാണ്. അത് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. ചില സോഷ്യൽ ഫോഴ്സസിനെ തുറന്നു വിടുകയാണെങ്കിൽ അതെവിടെ ചെല്ലും, സമാപ്തി എവിടെ ആയിരിക്കും എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല, ആർക്കും നിയന്ത്രിക്കാനും പറ്റില്ല. അങ്ങനെ ഗോർബച്ചോവിൻ്റെ അദ്ദേഹത്തിൻ്റെ പീരീഡ് മുഴുവൻ ഞാനവിടെ ഉണ്ടായിരുന്നായിരുന്നു. അദ്ദേഹം തുടങ്ങി വെച്ച ഈ പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന സംഗതി, അത് കംപ്ലീറ്റായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അൺട്രാവൽ ചെയ്തു. അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക് ഇക്കണോമിക് പ്രതിസന്ധി ഉണ്ടായിരുന്നു. സോഷ്യലിസത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വളരെ വലിയ ഫ്ലോഡായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതൊക്കെ കാരണം അതിൻ്റെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അവിടെ. അത് തീർച്ചയായിട്ടും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെയാണല്ലോ. ഒരു ഇൻട്രിൻസിക്കായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാകും, അതിന് പല ഘടകങ്ങളും അതിൽ കടന്നുകൂടും. അങ്ങനെയാണ് ചരിത്രത്തിൽ വരാറുള്ളത്. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിന് തന്നെയും സോവിയറ്റ് യൂണിയന് തന്നെയും മുന്നോട്ട് ഇങ്ങനെ ഈ രീതിയിൽ പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഘട്ടം വന്നു. അതിനെ ചിത്രീകരിച്ചത്, അതിന് ശേഷം ചിത്രീകരിച്ചത്
അത് പാശ്ചാത്യ ലോകത്തിൻ്റെ ഒരു വിജയമായിട്ടാണ്, അതെ. ഈ മുതലാളിത്ത വ്യവസ്ഥയുടെ ഒരു വിജയമായിട്ടാണ് അതിനെ ചിത്രീകരിച്ചത്. അപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഈ വാർസോ പാക്റ്റ് വൈൻഡപ്പ് ചെയ്തിട്ട് ജർമ്മൻ യൂണിഫിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻ, ജർമ്മൻ യൂണിഫിക്കേഷൻ, ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും, അന്നത്തെ FRGയും വെസ്റ്റ് ജർമ്മനിയും, ഞാൻ ജർമ്മനിയിൽ പ്രവർത്തിച്ചുള്ളതാണ്, എനിക്ക് നല്ലോണം അറിയാവുന്നതാണിത്. അത് ഒന്നിച്ചു വരുന്നതിന് ഗോർബച്ചോവിന് വിഷമങ്ങളുണ്ടായിരുന്നു, വാർസോ പാക്റ്റിനെ വൈൻഡപ്പ് ചെയ്യുന്നതിനും വിഷമങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഏകപക്ഷീയമായിട്ട് അത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന മാർഗരറ്റ് താച്ചറും അന്നത്തെ ഫ്രാൻസിലെ പ്രസിഡൻറ്റും പ്രത്യേകിച്ച് രണ്ടായിട്ട് സെപ്പറേറ്റായിട്ട് അമേരിക്കയുടെ അനുമതിയോടെ കൂടി മോസ്കോയിൽ വന്നിട്ട് ഗോർബച്ചോവിൻ്റെ അടുക്ക പ്ലീഡ് ചെയ്തു വാർസോ പാക്റ്റ് ഡിസ്ബാൻഡ് ചെയ്യരുതെന്ന്. കാരണം ഞങ്ങളതിന് തയ്യാറല്ല. അപ്പോൾ വാർസോ പാക്റ്റ് വരികയാണെങ്കിൽ ആ പഴയ ജർമ്മൻ ക്വസ്റ്റ്യൻ വീണ്ടും മുന്നിൽ വരും. അപ്പോൾ ജർമ്മനിയെ ഇവർ ഭയന്നിരുന്നു എന്നാണ് ഇപ്പോഴും, ഈ 90കളിൽ പോലും നേറ്റോ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അതിൻ്റെ ലോജിക് മുഴുവനും ഇതിലാണ് ഒതുങ്ങുന്നത്. ബ്രിങ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ടു യൂറോപ്പ്. യൂറോപ്പിലുള്ള ഒരു കക്ഷിയല്ലായിരുന്നു അമേരിക്ക ലോക മഹായുദ്ധം വരുന്നത് വരെ. കീപ്പ് ഔട്ട് റഷ്യ ഫ്രം യൂറോപ്പ് ആൻഡ് കീപ്പ് ജർമ്മനി ഡൗൺ. 2 തവണ മഹായുദ്ധത്തിന് ജർമ്മനിയല്ലേ പ്രൊവോക്ക് ചെയ്തത്. അപ്പോൾ ജർമ്മനിയുടെ റൈസ് ഇന്നും വരാൻ പോകുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് നമുക്ക് ചിന്തിക്കാവുന്നത് അതാണ്. അവരിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അവർ ന്യൂക്ലിയർ പാതയിൽ കൂടെ പോകാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ഈ ചരിത്രം ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സൈക്കിളിൽ. അതിപ്പം ബ്രിട്ടനും ക്ഷയിച്ചിരിക്കുന്നു, ഫ്രാൻസും ക്ഷയിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ജർമ്മൻ ഇത്തരത്തിലുള്ള ഒരു റീസർജൻസ് ജർമ്മനിയിൽ ഉണ്ടാകുകയാണെങ്കിൽ എവിടെ ചെന്ന് കലാശിക്കുന്ന ജർമ്മനിയുടെ ഒരു വലിയ ഒരു പ്രതിസന്ധി, ചരിത്രത്തിലെ ഒരു കോൺട്രഡിക്ഷൻ, ജർമ്മനിയുടെ അതിർത്തി എവിടെയാണ് കിടക്കുന്നതെന്നുള്ളത് ആർക്കും നിർവചിക്കാൻ പറ്റില്ല. സോ ജർമ്മനിയുടെ അതിർത്തി, ജർമ്മൻ സ്പീക്കിംഗ് പോപ്പുലേഷനും പരന്നു കിടക്കുന്നു ഉണ്ട്. ഇപ്പം ലിത്വേനിയ എടുക്കുക, ബോൾട്ടിക് സ്റ്റേറ്റ്, സോവിയറ്റ് യൂണിയൻ്റെയും റഷ്യയുടെയും വടക്ക് വശത്ത് കിടക്കുന്ന പ്രദേശമാണ്. അങ്ങ് വരെ എത്തിയിരിക്കുന്നത്. അത് ജർമ്മനിയുടെ ഒരു തണലിൽ വന്ന സ്ഥലമാണ്. ജർമ്മൻ പ്രിൻസിപ്പാലിറ്റി ആയിരുന്നു. അപ്പോൾ അവിടെയാണോ അതിർത്തി നിൽക്കുന്നത്? കിഴക്കൻ യൂറോപ്പിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ചെക്കോസ്ലോവാക്യ എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ അപ്രത്യക്ഷമായ രാജ്യം, അവിടെ സ്ലോവാക്യയും ചെക്ക് റിപ്പബ്ലിക്കുമായി. അവിടെയാണോ ഇത് ചെന്ന് നിൽക്കുന്നത്? സുഡേറ്റൻ ലാൻഡ് എന്ന് പറയുന്നത്. ഹിറ്റ്ലർ യുദ്ധം തുടങ്ങുന്നത് സുഡേറ്റൻ ലാൻഡ് ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് യുദ്ധം തുടങ്ങുന്നത്. പോളണ്ടിൽ ജർമ്മൻ ലാൻഡുകൾ കിടക്കുകയാണ്, ഇന്നത്തെ പോളണ്ടിൽ. അപ്പോൾ ഇത് ജർമ്മനി പൊങ്ങി ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് ആ പഴയ നാഷണലിസം വന്നേക്കാം, വരുമെന്നുള്ളത് തീർച്ചയാണ്. അത് വരും. ആർക്കും ഇതിനെക്കുറിച്ച് ഓപ്പണായിട്ട് തന്നെ സംസാരിക്കാനുള്ള ധൈര്യം ഇന്നില്ല. എല്ലാവരും അത് മറച്ചു വയ്ക്കുന്ന സത്യങ്ങളാണിതൊക്കെ. അപ്പോഴൊരു 10 വർഷം കഴിയുന്ന ഉടനെ ഈ ജർമ്മൻ നാഷണലിസത്തിൻ്റെ റിസർജൻസ് വരികയാണെങ്കിൽ അവർ പറയും ഞങ്ങളുടെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വേണമെന്നുള്ളത്. അവിടെ ജർമ്മൻ സംസാരിക്കുന്ന ആളുകളുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഇന്നത്തെ യുക്രൈനിൽ കാണുന്ന ഈ റഷ്യയുടെ പ്രതിസന്ധി, അതായത് റഷ്യൻ പോപ്പുലേഷൻ യുക്രൈനിലുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും റഷ്യയുടെ ഭാഗമായിരുന്ന ഒരു ഭാഗമാണ് ഒരു പ്രദേശമാണ് യുക്രൈൻ. അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം. അവിടെ ഞങ്ങളുടെ ആളുകളെ അവിടെ പെർസിക്യൂട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അതുമായിട്ട് എന്നുള്ളതാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട വാദം. ഇത് ജർമ്മനിക്കും പ്രസക്തമുള്ളതാണ് ഫ്യൂച്ചറിൽ. ജർമ്മനി അതുകൊണ്ടാണ് ഈ യുക്രൈനിൻ്റെ ഭാവിയെക്കുറിച്ചും യുക്രൈനിലെ യുദ്ധത്തിനെക്കുറിച്ചും ഇത്രയധികം താല്പര്യം കാണിക്കുന്നതും ആ യുദ്ധത്തിൽ ഈ രീതിയിൽ ഇടപെടാനായിട്ട് മുന്നോട്ട് വന്നതും. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനിസ്റ്റ് പവർ ജർമ്മനിയാണ് ഈ യുക്രൈൻ വാറിൽ. അതായത് 90കളിൽ ചരിത്രത്തിൻ്റെ അവസാനം അതുകൊണ്ട് പൊള്ളത്തരമായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ വ്യക്തമാണ്. വലിയ യുദ്ധങ്ങൾ, മഹായുദ്ധങ്ങൾ നടക്കുന്നത്, അവസാനിക്കുന്നത് ഒരു പീസ് സെറ്റിൽമെൻറ്റിലാണ്. അതിൽ ജയിച്ച കക്ഷിയും തോൽവിയ കക്ഷിയും അവരുടെ താല്പര്യങ്ങളെല്ലാം എടുത്തിട്ട് സാധാരണ ഇമ്പോസ് ചെയ്യും. സെക്കൻഡ് വേൾഡ് വാറിലും ഫസ്റ്റ് വേൾഡ് വാറിലും ജർമ്മനി അവർ അടിച്ചേൽപ്പിക്കുകയായിരുന്നു പീസ് ടേംസ്. ജർമ്മനിക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ശീതയുദ്ധം ഒരു മഹായുദ്ധം പോലെയുള്ള ഒരു സംഭവമായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ശീതയുദ്ധം അവസാനിക്കുന്ന സമയത്ത് അതൊരു നെഗോഷിയേറ്റഡ് ലോകത്തിലെ ഇപ്പോഴത്തെ മോഡേൺ ചരിത്രത്തിൽ, ആധുനിക ചരിത്രത്തിൽ ഒരു വലിയ മഹായുദ്ധം ഇതുപോലെ സെറ്റിൽമെൻറ്റിലല്ലാതെ അവസാനിക്കുന്നത്
ഒറ്റ യുദ്ധമായിരുന്നു, അത് ഈ ശീതയുദ്ധമായിരുന്നു. അത് സെറ്റിൽമെൻ്റ് ഇല്ലായിരുന്നു. ഏകപക്ഷീയമായിട്ട് റഷ്യ എടുത്ത ചില നീക്കങ്ങളുടെ സീക്വൻഷ്യലായിട്ടുള്ള ഈവൻസ് ആയിരുന്നു ഇത് വന്നത്. അങ്ങനെയാണത് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ ഇത് പറഞ്ഞത്. മാർഗരറ്റ് താച്ചർ എന്ന് പറഞ്ഞത് ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കളയരുത്, ഞങ്ങൾക്കും കൂടെ കുറച്ച് സമയം തരണം ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അത് ഒന്ന് രഹസ്യമായിട്ട് ഇദ്ദേഹത്തിനിടയ്ക്ക് സമർത്ഥിച്ചത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങൾക്കിത് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെ ഫൈനാൻസ് ചെയ്യാനും ഫണ്ട് ചെയ്യാനുമുള്ള കഴിവ് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ പോകട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഭാവി രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ചിന്താഗതി, റഷ്യയുടെ ചിന്താഗതി. അപ്പോൾ അതിനെ ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അതിനെ എങ്ങനെയായിരുന്നു അത് ചിത്രീകരിച്ചിരുന്നത്? അമേരിക്ക ജയിച്ചു, കമ്മ്യൂണിസം തകർന്നു, പ്രത്യയശാസ്ത്ര യുദ്ധത്തിൽ കമ്മ്യൂണിസം തകർന്നു, സോഷ്യലിസം പരാജയപ്പെട്ടു. ഈ രീതിയിലല്ലേ അതിനെ ചിത്രീകരിച്ചത്. അത് ഒരു ഫോണിയായിട്ടുള്ള ഒരു ഇതായിരുന്നു. 1988-89 ആയിരുന്നു ഈ പ്രൊഫസർ കെന്നഡിയുടെ, പോൾ കെന്നഡിയുടെ ഈ പ്രധാനപ്പെട്ട ഒരു 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 ഇൻ്റലക്ച്വൽ കോൺസ്ട്രക്റ്റായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം ആദ്യമായിട്ട് ഇത് പറഞ്ഞു. ആ സമയം സോവിയറ്റ് യൂണിയൻ ഉള്ള സമയമാണ്. പറഞ്ഞു ഇതേ പതനത്തിലേക്ക് അമേരിക്ക പോവുകയാണെന്ന്. സോവിയറ്റ് യൂണിയൻ്റെ ഇതേ പതനത്തിലേക്ക് പോവാണ്. അത് ബേസിക്കായിട്ട് റീസ്ട്രക്ചറിങ് നടത്തിയില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഭാവിയും ഈ രീതിയിലാണ് വരാൻ പോകുന്നതെന്നുള്ളത്. ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ഗ്രേറ്റ് പവേഴ്സ്. ഒരു ഗ്രേറ്റ് പവറിനെ എങ്ങനെയാണ് നമുക്ക് നിർവചിക്കാൻ സാധിക്കുന്നത്? കാരണം ഇപ്പോഴുള്ള ഒരു വലിയ ഡിബേറ്റ് ആരാണ് ഇന്ന് ലോകത്തെ ഗ്രേറ്റ് പവേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ്. കാരണം 90-ൽ ഒരൊറ്റ ഗ്രേറ്റ് പവർ ഉള്ളതാണ്, 90-ന് ശേഷം അത് US ആയിരുന്നു. പക്ഷെ ഇന്ന് ചൈന അതിൻ്റെ ക്ലെയിം ഉന്നയിക്കുന്നു. ചിലർ പറയുന്നു, ഇപ്പോൾ ജോൺ മൈഷമറിനെ പോലൊരു പറയുന്നു റഷ്യയും ഒരു ഗ്രേറ്റ് പവർ തന്നെയാണെന്ന് പറയുന്നു, ഇപ്പോഴത്തെ റഷ്യ. സാർ എങ്ങനെയാണ് ഗ്രേറ്റ് പവറിനെ നിർവചിക്കുന്നത്? ഇതിൽ പല ഫാക്ടേഴ്സും വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് മിലിറ്ററി പവർ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അത് വേണം. പക്ഷേ അതിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഇക്കണോമിക് കേപ്പബിലിറ്റി വേണം. അതുണ്ടെങ്കിലേ ഫോഴ്സ് പ്രൊജക്ഷൻ നടക്കാൻ പറ്റൂ പുറത്തേക്ക്. അപ്പോൾ സ്വന്തം അതിർത്തികൾക്കുള്ളിലല്ലാതെ വെളിയിലേക്ക് ഫോഴ്സ് പ്രൊജക്ഷനുള്ള ഒരു കേപ്പബിലിറ്റി വേണം. ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഗ്രേറ്റ് പവർ എന്നും പറഞ്ഞു സാധാരണ ഇപ്പോഴും നടക്കുന്നത്, ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഇത് ബന്ധപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ വ്യക്തമാണ്. ഇന്ത്യ വളരെ പരാധീനതയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ദേശീയതയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ പൊക്കി കാണിക്കുന്നത് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ലോകത്തിൽ, അത് നല്ലതാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇത്ര വലിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നതിൽ ഇന്ത്യക്ക് യാതൊരു റോളുമില്ല, ആരും ഇന്ത്യയും കൺസൾട്ട് ചെയ്യുന്നില്ല, അല്ലേ? അതാണ് ഇന്നത്തെ സ്ഥിതി. അതിൻ്റെ കാര്യം എന്താണ്? ഇന്ത്യയുടെ കേപ്പബിലിറ്റി വാസ്തവത്തിൽ ഇതാണ്. ഇന്ത്യക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ശക്തിയല്ല. അത് തൊട്ടടുത്ത് കിടക്കുന്നത്, നമ്മൾ പറയുന്നത് എക്സ്റ്റെൻഡഡ് നെയ്ബർഹുഡ് എന്നാണ് പറയുന്നത് പശ്ചിമേഷ്യൻ പ്രദേശം. നമുക്ക് താല്പര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ താല്പര്യങ്ങളുണ്ട്. എത്രയാ? 10 മില്യൺ പീപ്പിൾ, 100 ലക്ഷം ഇന്ത്യക്കാർ അവർ താമസിക്കുന്നതാണ്. അവരുടെ വരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതേ അക്കത്തിൽ തന്നെ എഴുതാൻ പറ്റും. കേരളത്തിലാണെങ്കിലും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു വലിയൊരു തൂണാണത്. അതൊക്കെയുള്ള ഏത് രാജ്യത്തിനാണ് ഇതിനെക്കാട്ടി കൂടുതൽ റെലവൻ്റായിട്ടുള്ള ഒരു പ്രദേശം ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതേ രീതിയിലുള്ള ഒരു പ്രദേശമാണ്. എന്നിട്ട് അവിടുത്തെ സർക്കംസ്റ്റാൻസസിനെയും അവിടുത്തെ നമ്മുടെ ഇതിന് തെറ്റുണ്ടായിട്ടുണ്ട്. അത് ഞാനത് പറയുന്നില്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഇസ്രയേലുമായിട്ടുള്ള ഇത്ര അടുപ്പം മുസ്ലിം രാജ്യങ്ങളെ അത് എലിനേറ്റ് ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മളത് ഫീൽ ചെയ്യുന്നു, നമ്മളത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഫോഴ്സ് പ്രൊജക്ഷൻ്റെ കാര്യം വരികയാണെങ്കിലും സ്വാധീനത്തിൻ്റെ കാര്യം വരികയാണെങ്കിലും താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറയാവുന്നത് അതൊരു വലിയൊരു ടച്ച് സ്റ്റോണാണ്, ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്. അങ്ങനെയുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ലോക പവർ എന്നുള്ളത്, വേൾഡ് പവർ എന്നുള്ള രീതിയിൽ ഗ്ലോബൽ പവർ, ഗ്രേറ്റ് പവർ എന്ന് പറയാൻ പറ്റും. ഇന്ത്യ ഗ്രേറ്റ് പവർ ആണ് ഒരു പ്രകാരത്തിൽ. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് എ സിവിലൈസേഷണൽ കണ്ടൻറ്റ്. അത് ഇത്രയും സ്ഥായിയായിട്ട് പരമ്പരാഗതമായിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു സംസ്കാരം, അത് ഒരു ഗ്രേറ്റ് പവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ്. അത് ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ അമേരിക്കയ്ക്ക് വരുന്ന കണക്ക് 250 വർഷം പഴക്കമുള്ള ഒരു രാജ്യമാണ് അത്.
അതിപ്പോൾ 5000 വർഷം പഴക്കമുള്ള ഒരു ഇറാനക്കടക്കമുള്ള ഒരു രാജ്യവുമായിട്ട് ഒരു സംഘട്ടനത്തിൽ കടന്നപ്പോൾ അവരവരുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുന്നു. ഈ യുദ്ധത്തിൽ തന്നെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് അവരുടെ കണക്കുകൂട്ടൽ തെറ്റിയെന്നുള്ളതാണ്. അവർ വിചാരിച്ചിരുന്നത് 1.5 ദിവസം അവിടുത്തെ ഭരണകൂടം തകരും, ഇത് മുഴുവൻ തീരും. ചിലപ്പോൾ നമ്മുടെ സംഭാഷണത്തിൻ്റെ ഈ ഘട്ടം നമുക്ക് എന്തായാലും ഇറാൻ പ്രശ്നം തന്നെ ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. 2025 ഒരു 12 ദിവസത്തെ യുദ്ധമുണ്ട്. അതിനുശേഷം ഈ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഈ വർഷം ഇപ്പോൾ ഫെബ്രുവരി മുതൽ തുടർച്ചയായിട്ട് ഉണ്ടായ യുദ്ധം, അതൊരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവസാനിച്ചു എന്ന് കരുതിയ ഒരു യുദ്ധം, അത് കഴിഞ്ഞ് അതിപ്പോഴും തുടരുന്നുകൊണ്ടേയിരിക്കുന്നൊരു യുദ്ധം. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടുണ്ടോ ഈ യുദ്ധത്തിൽ? ഇല്ല, വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അതൊരു വളരെ ഇംഗ്ലീഷിൽ പറയാനേ പറ്റുള്ളൂ, ഇറ്റ്സ് എ വെരി ഡീപ്ലി ഫ്ലോട്ട് സ്ട്രാറ്റജി ആയിരുന്നു. ഒന്നാമത്തെ അവരുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളുണ്ട്. ഈ രണ്ട് കക്ഷികളുടെയും താല്പര്യങ്ങൾ കൺവെർജ് ചെയ്യുന്നില്ല അവിടെ. അവർ വളരെ ഡൈവർജൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സാണ് അവർക്ക് രണ്ടും അവിടെ ഉള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അവർക്ക് ഐഡിയലായിട്ട് ഈ ഇറാൻ എന്നുള്ള ഒരു രാജ്യം ആ പ്രദേശത്ത് ഉണ്ടാകരുതെന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവരുടെ സിയോണിസ്റ്റ് പരിപാടി അനുസരിച്ച് അവരുടെ സ്വാധീനം ഈ രീതിയിൽ അവർക്ക് വികസിപ്പിക്കണമെന്നുണ്ടെങ്കിലും, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ പറഞ്ഞ അതിർത്തികളിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ, അറിയാമല്ലോ അവരുടെ സിയോണിസ്റ്റ് അതിൻ്റെ ഐഡിയോളജിയുടെ ബേസിക് ആയിട്ടുള്ളത് നമ്മൾ ഏതാണ്ട് ഹിന്ദുത്വവുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു ഐഡിയോളജിയാണ് ഗ്രേറ്റർ ഇസ്രായേൽ. അപ്പോൾ അതനുസരിച്ച് അറേബ്യൻ പെനിൻസുല അവരുടെ ഭാഗമാണ്. ഇറാഖ്, സിറിയ, ലെബനൻ ഇതൊക്കെ അവരുടെ ഭാഗമാണ് ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ. അതിൻ്റെ തുടക്കമാണ് നമ്മൾ കാണുന്നത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും. അപ്പോൾ ഈ സൗദി അറേബ്യ അറയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരുമായിട്ടൊരു ബന്ധപ്പെടാൻ പറ്റാത്തത്? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പായിട്ട് അവർക്കൊക്കെ ഇപ്പോൾ മനസ്സിലായി ഇത് വയലൻസ് യൂസ് ചെയ്യുന്നതിന്, ഡിപ്ലോയ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റുമില്ല ഇസ്രായേലിന്. പക്ഷെ അത് അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ കൂടി യുദ്ധമല്ലേ? കാരണം അവരുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി പലസ്തീനിയൻ പ്രശ്നത്തിലൂടെ നമ്മൾ കൂടാരമാണ്. പലസ്തീനിയൻ പ്രശ്നത്തിൽ കിടക്കുകയാണ്. അതൊരു വേറൊരു രീതിയിൽ ഒന്നിലോട്ട് നമ്മൾ ചാടിപ്പോവുകയാണ്. ഇപ്പം ഇറാൻ്റെ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ഏതായാലും ഇറാനിൽ തന്നെ നമുക്ക് ചർച്ച അവിടെ നിന്ന് തുടരാമെന്ന് കരുതുന്നു. ഇറാനിൽ തന്നെ അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ കണക്കുകൂട്ടലുകൾ, ഈ അമേരിക്കയെ സംബന്ധിച്ചോളം ഒരു റിവെഞ്ച് മെൻറ്റാലിറ്റി ഉണ്ട്. ഈ ഇസ്ലാമിസ്റ്റ് വ്യവസ്ഥിതി അവിടെ വന്നത് അന്ന് തൊട്ട് തുടക്കം ഉണ്ടായതാണ്. ഇത് ഇറാനിയൻസിനും അറിയാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സംഘടനം വേണ്ടി വരും. അപ്പം 47 വർഷത്തെ തയ്യാറെടുപ്പാണ് അവരുടെ പിറകിലുണ്ടായിരുന്നത്. അത് ഈ ഇന്നത്തെ നിമിഷം വരുമെന്നുള്ളത് കണക്കുകൂട്ടിക്കൊണ്ട് അന്ന് തൊട്ടേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വധിച്ച അയത്തുള്ള ഖമനയില്ലേ, അവരുടെ സുപ്രീം ലീഡർ, അദ്ദേഹത്തിന് ഒരു കൈ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ, ഷോളിൻ്റെ അടിയിലിട്ടേക്കുമായിരുന്നു. ഇമാഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലിംബാണ്, ഒരു കൈ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അന്ന് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത്, ഞാൻ ഇറാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സമയമാണ്, റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട വിപ്ലവകാരികൾ എല്ലാം റിലീജിയസ് ഫിഗേഴ്സ് ആയിരുന്നു, അയത്തോളമാരും അങ്ങനെ എല്ലാവരും. അവരുടെ ഒരു അസംബ്ലി, ഒരു 10-15 ഏറ്റവും വലിയ പ്രമാണികളുടെ ഒരു അസംബ്ലി നടക്കുന്നു എന്നുള്ളത് CIA വിവരം കിട്ടിയിട്ട് അവർ ആ മേശയുടെ താഴെ ഒരു ബോംബ് വെച്ചു. ആ ബോംബിൽ ഏതാണ്ട് അവരുടെ റവല്യൂഷണറി കൗൺസിലുള്ള ഏറ്റവും വലിയ പ്രമാണികൾ എല്ലാം മരിച്ചു. അയത്തുള്ള ബെഹഷ്ടി ഇങ്ങനെയുള്ള വളരെ വലിയ, അതായിരുന്നു ഇമാം ഖൊമനിയുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും അദ്ദേഹം കണ്ണുവച്ചിരുന്ന വ്യക്തിയാണ് നിർമ്മാർജ്ജനം ചെയ്തു അവർ. അപ്പോൾ അമേരിക്കയ്ക്ക് അന്ന് ഇപ്പം ചെയ്യുന്ന പോലെയുള്ള ഒരു ചിന്താഗതി തന്നെയായിരുന്നു അതും അവിടെ. ഇവരുടെ ഈ ലീഡർഷിപ്പിനെ തകർക്കുകയാണെങ്കിൽ ഈ വിപ്ലവം അതോടെ തീരും എന്നുള്ളതായിരുന്നു. അത് ഇന്നും മനസ്സിലായിട്ടില്ല അവർക്ക്. ട്രംപ് തന്നെ പറഞ്ഞു, ഇത്രയധികം ബോംബ് ചെയ്തതിന് ശേഷം ഇവർക്ക് എന്താ ഈ ക്യാപിറ്റുലേറ്റ് ചെയ്യാൻ വയ്യാത്തത്, സറണ്ടർ ചെയ്യാൻ വയ്യാത്തത് എന്തുകൊണ്ടാണ് അവർ എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്ന എല്ലാവരും 1.5 ദിവസം അവിടെ ബോംബ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സംവിധാനം മുഴുവൻ തീരുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണത്? കാര്യം, ഒന്നാമത്തെ കാര്യം, അവർക്ക് ഈ റെവല്യൂഷന് ഒരു സോഷ്യൽ ബേസ്
ഉണ്ടായിരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം ഇന്നും അംഗീകരിച്ചു കൊടുക്കാൻ അവർ തയ്യാറല്ല. അപ്പം അതിൻ്റെ കാര്യം ഉദാഹരണത്തിന് നമുക്കെടുക്കാം. പല രാജ്യങ്ങളിലും ഇത് നടന്നിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിസ്റ്റും മുള്ള ഭരണവുമാണ് എന്നാണ് ഇവിടെയെല്ലാം ചിത്രീകരിക്കുന്നത്. പക്ഷേ എന്താണ് കണ്ടത് നമ്മൾ? ഒരു ചെരുപ്പുകുത്തിയുടെ മകൻ തിരഞ്ഞെടുപ്പ് വഴി പ്രസിഡൻ്റ് ആവുന്നു, അഹമ്മദിനെജാദ്. രണ്ടാമത്തെ ടേമിൽ റീ എലക്ഷൻ വന്നപ്പോൾ ആദ്യത്തേതിൽ നിന്നും കൂടുതൽ മെജോറിറ്റി കിട്ടി, വീണ്ടും തുടരുന്നു. 8 വർഷം, 2 ടേമാണ് അവിടെ അനുവദിച്ചിട്ടുള്ളത്. 8 വർഷം ആർക്കും തടയാൻ വയ്യാത്ത രീതിയിൽ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം അവിടെ രാജ്യത്ത്. അപ്പോൾ അദ്ദേഹം സമർത്ഥനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു, പഠിച്ചു, തെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി, എന്നിട്ട് രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്നു. അത്തരത്തിലുള്ളൊരു മനുഷ്യനാണ്. ഇന്നത്തെ ആൾ ഡോക്ടറാണ്, പെസഷ്കിയാൻ ഒരു ഡോക്ടറാണ്. അപ്പം വരുന്നു. അവർ റിലീജിയസ് ആണോ ഇല്ലെന്നുള്ളതല്ല അതിൽ കാര്യം, റിലീജിയസ് ആയിരുന്നു. പക്ഷേ അവിടെ ഒരു സോഷ്യൽ മൊബിലിറ്റി ഉണ്ടായി ഈ വിപ്ലവം കാരണം. എന്നുവെച്ചാൽ അതിനൊരു ഇക്കണോമിക് കണ്ടൻറ്റും ഉണ്ട്. പണ്ടത്തെ സംവിധാനത്തിലോട്ട് നോക്കുമ്പോൾ ഒരു ടിറനി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ സംവിധാനത്തിൽ നിന്നും മാറി ഒരു ചെരുപ്പുകുത്തിയുടെ മകനും പോലും ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു പ്രസിഡൻ്റ് ആകാൻ പറ്റുമെന്നുള്ളത്. അതാണ് അഹമ്മദിനെജാദ് പ്രതികരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ മൊബിലിറ്റി വരുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഡെവലപ്പ് ചെയ്യല്ലേ. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മൾക്ക് തന്ന ഒരു വിപ്ലവമാണിത്. അപ്പോൾ ആ വിപ്ലവത്തിന് വേണ്ടി അവർ ജീവൻ മുഴുവൻ മുടക്കാനായിട്ട് അവർക്ക് സന്നദ്ധതയുണ്ട്. അപ്പോൾ ഇന്നത് യൂണിഫൈ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ആക്രമണം വന്നപ്പോൾ ഇത് എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള ഒരു ഇതാണ്, ഈ വിപ്ലവത്തിനെ തകർക്കാനുള്ള ഒരു സംരംഭമാണിത് എന്ന് മനസ്സിലായപ്പോൾ അവരുടെ ഷിയ പോളിറ്റിക്സ് ഒന്ന് മാറട്ടെ ഞാനത്. ഷിയ പോളിറ്റിക്സ് വളരെ ആക്രമോണിയസ് ആണ്. ചരിത്രത്തിൽ അറിയാമല്ലോ, ഈ സുന്നി ഷിസം ഉണ്ടാകുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു വഴക്കിടലാണ്, കുടുംബത്തിനകത്തുള്ള ഒരു വഴക്കിടലിൽ കൂടെയാണ് വന്നത്. അത് വരണമെന്ന് തന്നെ കാര്യമില്ലായിരുന്നു. പക്ഷേ ഈ മതപ്രസ്ഥാനങ്ങളിൽ അത് വരാറുണ്ട് പല സ്ഥലത്തും. ക്രിസ്ത്യാനിറ്റിയിലും വന്നിട്ടുണ്ട്, ഓർത്തഡോക്സ് ചർച്ച് വന്നത് ഒക്കെ ഇങ്ങനെയാണല്ലോ 1000 വർഷം മുമ്പ്. അപ്പോൾ അതുപോലെ ഉള്ള ഒരു രാഷ്ട്രീയമാണ് ഈ ഷിയ കൾച്ചർ, ഷിയ പോളിറ്റിക്സ്. അത് ഇന്നും ഇറാനിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഞാനവിടെ കണ്ടിരുന്നത് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഞാൻ അതുമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത് അവർ എല്ലാ കാര്യങ്ങളിലും വലിയ ഫാക്ഷൻസാണ് അവരുടെ പ്രസ്ഥാനത്തിൻ്റെ അകത്ത്. അപ്പോൾ ഈ അമീബ എന്ന് നമ്മൾ പറയത്തില്ലേ, അമീബ എന്ന് പറയുന്ന ഇങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്യുന്നത്. അമീബ മ്യൂട്ടേറ്റ് ചെയ്യുമല്ലോ, അതിനൊരു സ്റ്റാറ്റിക്കായിട്ട് ഒരു ഫോമില്ല, അത് മ്യൂട്ടേറ്റ് ചെയ്ത് പല ഷേപ്പിലാവും. അതാണ് ശരിക്കും ഷിയ പോളിറ്റിക്സ്. ഫാക്ഷൻസാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കവും വടംവലിയും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്തേക്ക് ഇതൊരു വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതിനൊരു ചെറിയൊരു തള്ളു കൊടുത്താൽ ഇതാകെ തകരും എന്നുള്ളതാണ്. പക്ഷേ അവർ മ്യൂട്ടേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഒരു ഘട്ടം വരുമ്പോൾ അതൊരു സോളിഡ് റോക്കായിട്ട് മാറുകയാണ്. അതായത് ഇത്തവണത്തെ അമേരിക്കൻ ആക്രമണം അല്ലെങ്കിൽ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണം ഫലത്തിൽ ഇസ്രായേൽ അമേരിക്കയൊക്കെ വിചാരിച്ച പോലെ റഷീമിൻ്റെ കൊളാപ്സ് അല്ല, മറിച്ച് അതിൻ്റെ ശാക്തീകരണമാണ് നടന്നത് ഇത്തവണത്തെ യുദ്ധത്തിൽ. ഞാനിത് ഐ എം നോട്ട് ബ്രാഗിങ്, ബട്ട് ഐ വിൽ ടെൽ യു, ഇത് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഞാനൊരു ദിവസം ഇവിടെ അക്കാലത്ത് വരാൻ ഇടയുണ്ടായി. ഏഷ്യാനെറ്റിലൊരു ചർച്ചയ്ക്ക് അവരെന്നെ വിളിച്ചു. ഈ കാര്യത്തിൽ വിളിച്ചിട്ട് ഞാൻ ഒറ്റയായിരുന്നു. അവരെല്ലാം പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ ഇറാൻ തകരാൻ പോകുമെന്ന്. ഞാൻ അന്ന് പ്ലീഡ് ചെയ്തു, ഇത്തരത്തിലുള്ള നിഗമനങ്ങളിലോട്ട് പോകരുത്, നിങ്ങൾക്ക് ഇറാനെ അറിയില്ല, അവരിത് പിടിച്ചു നിൽക്കും, അവസാനം ഇതെങ്ങനെ വരുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്നലെ മെനയാന്ന് ഒരാൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്തു. അയാൾ പറഞ്ഞു എനിക്ക് കൊണ്ട് തരാമെന്ന് പറഞ്ഞു. എനിക്ക് അവർ ഒരു 10 മിനിറ്റിൻ്റെ ക്ലിപ്പിംഗ് സമയം തന്നു ഏഷ്യാനെറ്റ് സംസാരിക്കാനായിട്ട്. അതിൻ്റെ ക്ലിപ്പിങ് പുള്ളിയുടെ കയ്യിലുണ്ട്, പുള്ളി റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ സാറ് പറഞ്ഞ കാര്യമാണ് നടന്നിരിക്കുന്നതെന്ന്. അത് ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വന്നത്, ഇവിടെ ചെയ്യുന്നത് CNN പറയുന്നതും ന്യൂയോർക്ക് ടൈംസ് വായിക്കുന്നതും അതിൽ നിന്നെല്ലാം ഉള്ള നിഗമനങ്ങളാണ്. അവർ ഇമ്പോസ് ചെയ്യുന്ന തോട്ട് പ്രോസസ്സാണ്. നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളുടെ ചിന്തയിൽ സ്വാതന്ത്ര്യം ഇല്ലല്ലോ.
ഇൻഫർമേഷൻ ഓർഡർ അതെ. താങ്കൾക്ക് എന്നെക്കാട്ടി അറിയാവുന്നതാണ്. ഇൻഫർമേഷൻ ഓർഡർ വളരെ അൺജസ്റ്റാണ് അല്ലേ? അപ്പോൾ അത് കാരണമുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇറാനിൽ വന്ന നടന്നത് ഇതാണ്. റെവല്യൂഷണറി അപ്സർജ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ വിപ്ലവം അപകടത്തിലാകുന്നു. അപ്പോൾ നമ്മൾ ഒന്നിക്കണം. നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് പിന്നെ കൈകാര്യം ചെയ്യാവുന്നതാണ്. പക്ഷേ ഒന്നിക്കണം, ഈ വിപ്ലവം തകരരുത്. ഇത് നമ്മൾക്ക് വളരെ ആവശ്യമുള്ള ഒരു ഇതാണ് ഇറാൻ്റെ നിലനിൽപ്പിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഈ ഈ വലിയ ബോംബുകളും അതും എല്ലാം കൊണ്ടുവന്ന് ടണലിലെല്ലാം ഇട്ട് ഇതൊക്കെ ആക്കിയതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല അവിടെ. അതിനെ കീഴടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇറാന് നടക്കുന്നത് ഇവിടുത്തെ പത്രങ്ങളിലൊന്നും വരാത്ത ഒരു ഇതാണ്. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുകയായിരുന്നു, വൈകുന്നേരം പണി കഴിഞ്ഞാൽ ഓഫീസിലും മറ്റിടങ്ങളിലും എല്ലാം പ്രവർത്തിക്കുന്ന ആളുകൾ വീട്ടിൽ വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് അവരുടെ മോട്ടോർ സൈക്കിളിലും കാറിലും തെരുവിലേക്ക് ഇറങ്ങുകയാണ്, മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട്. ആരും സംഘടിക്കുന്നതല്ല, സംഘടിപ്പിക്കുന്നതല്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതാണ്. അവരുടെ അന്നത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം വിപ്ലവത്തിന് പിന്താങ്ങുന്നതിനായിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷനാണിത്. തെഹ്റാൻ മുഴുവൻ അതാണ് നടക്കുന്നത്. സാറ് നേരത്തെ അഹമ്മദ് ജനാദിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസിന്റെ ആയിരുന്നു തോന്നുന്നു റിപ്പോർട്ട്. അഹമ്മദ് ജനാദ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കോണ്ടാക്റ്റിലായിരുന്നു എന്ന രീതിയിൽ. ഇതിൽ ഇൻഫർമേഷനിൽ ഇസ്രായേൽ മീഡിയ മാനേജ്മെന്റിൽ വളരെ സമർത്ഥരാണ് അവർ. ഇറാന് ഈ അസാസിനേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കൾച്ചർ അവർക്കില്ല. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫാക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഷിയ പൊളിറ്റിക്സിൻ്റെ ഒരു ഗംഭീരത അതാണ് ഇതുള്ളത്. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഫ്ലാഷ് പോയിന്റിൽ അവരെത്തുകയില്ല. അത് ആരെയും അവിടെ ഒരു നേതൃത്വ തലത്തിലുള്ളവരെ അവർ വധിച്ചതായിട്ടൊരു സ്റ്റോറിയില്ല. അവർ നേരിടും, രാഷ്ട്രീയപരമായിട്ട് അവരെ പരാജയപ്പെടുത്തും, എന്നിട്ട് മുന്നിൽ വരും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ഘട്ടത്തിൽ അവരുമായിട്ട് കൈകോർക്കും രാജ്യത്തിൻ്റെ താല്പര്യത്തിനായിട്ട്. അതാണ് ഷിയ രാഷ്ട്രീയത്തിൻ്റെ ഗംഭീരത കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് ഇറാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതും മറ്റൊരു ഇസ്രായേൽ സ്റ്റോറിയാണ്, പ്ലാൻ ചെയ്ത തീർച്ചയായിട്ടും പ്ലാൻ ചെയ്ത സ്റ്റോറിയാണ്. മൊസാദിൻ്റെ ആണ്. ഇപ്പോഴീ ട്രംപിനെ വധിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിന് നല്ലോണം അറിയാം. ട്രംപിനെ എടുക്കുകയാണെങ്കിൽ ട്രംപ് വാസ്തവത്തിൽ ഒരു ഭീരുവാണെന്നുള്ളത്. വാസ്തവത്തിലൊരു ഭീരുവാണ് ട്രംപിൻ്റെ. ഇതെല്ലാം കാണിക്കുന്നത്, ചങ്കൂറ്റം കാണിക്കുന്ന ഒന്നാമത് അദ്ദേഹം പ്രസിഡൻ്റാണ്, രണ്ടാമത് അദ്ദേഹം വളരെ ധനികനാണ്, അതൊക്കെയാണ്. പിന്നെ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ധാരണയുണ്ട്. ഈ ഡീൽ മേക്കിങ്ങിൽ റിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യന് വളരെ കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള ഒരു ടെമ്പറമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ ഇൻ്റർനാഷണൽ പോളിറ്റിക്സിലും കൊണ്ടുവരാനുള്ളതാണ്. കാരണം ഒരു സമയത്ത് ഒരു സാമൂഹ്യ മാധ്യമത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ട്രൂത്ത് എന്ന മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞ ഇറാൻ നാഗരികത ഇന്ന് തുടച്ചു നീക്കാൻ പോവുകയാണ്. ലോകമെല്ലാം ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അടുത്ത ദിവസം ഇല്ല വേണ്ടെന്ന് മറ്റൊരാളാവട്ടെ. അതാണ് കാര്യം. അപ്പോൾ ഒരു തരത്തിൽ ട്രംപ് വരുന്ന സമയത്ത് സാറും ഒരു ശുഭാപ്തി വിശ്വാസം അദ്ദേഹത്തെക്കുറിച്ച് പുലർത്തിയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. താങ്കളുടെ എഴുത്തിൽ, സാറിൻ്റെ എഴുത്തിൽ അത് ആദ്യം പറഞ്ഞ കാര്യങ്ങളില്ലേ, ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമേരിക്കയുടെ അകത്ത് നടക്കാൻ പോകുന്നതിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞതാണ്. അത് ഞാൻ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് താങ്കൾ സൂക്ഷിച്ച്, ഇറ്റ്സ് എ വെരി ഫ്ലാറ്ററിങ് തിങ് ഫോർ മീ കേട്ടോ. ഇത് ഈ രീതിയിൽ ചോദിക്കാനുള്ള കാര്യം ഇത്. സോ ദാറ്റ് മീൻസ് യു ഹവ് റെഡ് മീ കേട്ടോ. അതിൽ ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് ഒന്നാമത് അത് അമേരിക്കയുടെ, ഞാൻ പോൾ കെന്നഡിയുടെ പുസ്തകം പറഞ്ഞില്ലേ, അമേരിക്കയുടെ ഇൻറ്റേർണൽ ക്രൈസിസ് മുതലെടുത്തുകൊണ്ടാണ് അദ്ദേഹം 2016 പ്രസിഡൻ്റ് ആകുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഈ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത്, അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തു, അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിലായിരിക്കണം. ആഭ്യന്തര കാര്യങ്ങൾ, അത് അമേരിക്കയുടെ തകർച്ച ഒഴിവാക്കണമെങ്കിൽ അവരുടെ ഇക്കോണമി റീബിൽഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള കടം പാടില്ല. കടം അറിയാമല്ലോ, കടത്തിൻ്റെ സ്ഥിതിയില്ല, അവരുടെ ഡെറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കടം വാങ്ങിച്ചുള്ള ഈ ജീവിതം പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, തുടർച്ചയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറാനിലെ യുദ്ധത്തിൻ്റെ ഒരു ഘടകവും അതാണ് ഈ പെട്രോൾ ഡോളർ എന്ന് പറഞ്ഞാൽ, ഈ 70കളുടെ ആദ്യത്തിൽ സൗദി അറേബ്യയുമായിട്ട് ചങ്ങാത്തം പിടിച്ചിട്ട് അമേരിക്ക കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. ഗോൾഡായിരുന്നു ലോക ഇക്കോണമിയുടെ സ്റ്റാൻഡേർഡ്, അത് മാറ്റിയിട്ട് അമേരിക്കൻ ഡോളറാക്കണമെന്ന്.
അപ്പോൾ എന്ന് വെച്ചാൽ സൗദി അറേബ്യയെ കൊണ്ട് ഒരു ഇത് കൊണ്ടുവന്നു, ഓയിൽ വിൽക്കുന്നത്, എണ്ണ വിൽക്കുന്നത് ഡോളറിൽ മാത്രമാണ്. ഡോളറിൽ മാത്രം. അപ്പോൾ എണ്ണ ആർക്കാണ് ആവശ്യമില്ലാത്തത്? എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. അപ്പോൾ അത് വളരെ ബുദ്ധിപൂർവ്വമാണ് അവർ ചെയ്തത്. അപ്പോൾ അത് കാരണം എല്ലാവർക്കും ഡോളറിന് ആവശ്യം വരുന്നു. അപ്പോൾ ഡോളറിനെ അവർ വേൾഡ് കറൻസി എന്ന് ചിത്രീകരിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പർച്ചേസിങ് പവർ അവർക്ക് കിട്ടി. അപ്പോൾ അവർക്ക് മറ്റുള്ള ഏത് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിലും അവർക്ക് ഒരു പ്രത്യേകതയുള്ളത്, ആ ഡോളറിനെ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ? സാമാന്യമായി. അതെ. എക്കണോമിക്സിലെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്, നമ്മൾ രൂപ കറൻസി പ്രിൻ്റ് ചെയ്യുന്നതിന് സമയത്ത് നമ്മൾ അതിൻ്റെ അസറ്റ് ക്രിയേഷൻ വേണം, അതിനെ ബാക്ക് ചെയ്യുന്ന രീതിയിലുള്ള അസറ്റ് ക്രിയേഷൻ വേണം. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നതും ഈ പർച്ചേസിങ് പവർ ഉണ്ടാക്കുന്നതും. അതെ, യുക്തിപൂർവ്വം ആലോചിച്ചാൽ അതിൻ്റെ പിറകിലുള്ള പ്രിൻസിപ്പിൾ മനസ്സിലാക്കാം. ഇപ്പം അമേരിക്കയ്ക്കുള്ള എന്താണ് വലിയ അഡ്വാൻറ്റേജ്? അങ്ങനെ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നോട്ടടിക്കാനുള്ള ഇഷ്ടമുള്ളപ്പം പണമില്ലാതെ വരുന്ന സമയത്ത് ആലോചിച്ച് നോക്കിയപ്പോൾ വീട്ടിൻ്റെ ബാക്ക് യാർഡിൽ ഒരു പ്രിൻറ്റിങ് മെഷീൻ വെച്ചിട്ടുണ്ട്, വീട്ടിൽ പണമില്ല. അപ്പം ഭാര്യ പറയുന്നു പൈസയൊന്നും ഇല്ലയെന്ന് പറയുന്നു. അപ്പം താങ്കൾ പിറയിൽ എന്നിട്ട് ആ പ്രിൻറ്റിങ് മെഷീൻ ഓൺ ചെയ്യുന്നു, കുറേ രൂപ നോട്ടടിച്ച് വരുന്നു, അതിറക്കി പിറ്റേ ദിവസം അതുപോലെ ലാവിഷായിട്ട് ജീവിക്കുന്നു. ഈ ചെറിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളതും രാജ്യത്തിൻ്റെ ശൈലിയും എല്ലാം ഇക്കാര്യത്തിലൊന്നാണ്. കടം വാങ്ങിച്ച് ജീവിക്കുകയാണെങ്കിൽ പ്രതിസന്ധിയല്ലേ, ഒരു ഘട്ടത്തിൽ വരില്ലേ അത്. അപ്പോൾ ഇന്ന് ഈ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി, ഇത്ര വലിയ കടത്തിൽ കഴിയുന്ന ഒരു രാജ്യം അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ട് എന്ത് ബുദ്ധിശൂന്യതയായിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഡോളറിൽ നിന്നും ക്രമേണ ഗ്രാജുവലായിട്ട് മാറി തുടങ്ങി. അപ്പോൾ ഈ പെട്രോൾ ഡോളർ എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ വിൽക്കുമ്പോൾ ഡോളറാണ് വരുന്നത്. ആ ഡോളർ അമേരിക്കയിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവിടുത്തെ ഒളിഗാർക്കീസ് ഈ ഇതായിട്ടുള്ളത്. അപ്പോൾ അമേരിക്കൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന തൂണാണ് ഈ പെട്രോൾ ഡോളർ. ആ പെട്രോൾ ഡോളർ അപ്പം ഈ ഓയിൽ ഡോളറിലല്ലാതെ കച്ചവടം ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമാവും. ഇപ്പോൾ റഷ്യയും ചൈനയുമായിട്ടുള്ള കച്ചവടത്തിൽ, എണ്ണ ഉൾപ്പെടെയുള്ള കച്ചവടത്തിൽ അവർ ഡോളർ യൂസ് ചെയ്യുന്നില്ല. ഇന്നലെയോ മെനയാന്നോ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു, ഇവിടുത്തെ ഈ ബ്രിക്സ് വരുന്നുണ്ടല്ലോ സമ്മിറ്റിൽ, അതിൽ ഒരു പ്രധാന ഒരു വിഷയം ഇതാണ്, ലോക്കൽ കറൻസികൾ വഴി യൂസ് ചെയ്യാനായിട്ട്, ട്രേഡിന് വേണ്ടി. അപ്പോൾ ഇന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ട്, ഇത് റഷ്യയുടെ അടുക്ക് ഈ രീതിയിൽ ചെയ്യാമെങ്കിൽ ഈ ഫോറിൻ കറൻസി റിസർവ്സും ഒക്കെ. അപ്പോൾ ഈ ഡോളർ നമ്മൾ ഓരോരുത്തരും കൈവയ്ക്കുന്നത് അമേരിക്കൻ ബാങ്കുകളിലല്ലേ വയ്ക്കുന്നത്. അതാണ് റഷ്യയും ചെയ്തിരുന്നത്. ഈ യുക്രൈൻ യുദ്ധം വരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു? അത് മുഴുവൻ ഫ്രീസ് ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡോളറുള്ള ഇടപാട് ഒരു വെപ്പണൈസേഷൻ സ്കീം കൂടിയാണ്. ആക്ച്വലി ഇറ്റ്സ് ദ കറക്റ്റ് എക്സ്പ്രഷൻ. ഇറ്റ്സ് എ വെപ്പണൈസേഷൻ ഓഫ് ഡോളർ. ആൻഡ് ആ ഡോളറിനെ ആ പൊസിഷനിൽ കൊണ്ടുവന്നത് ഈ ചരിത്രമാണ്, 70 തൊട്ടുള്ള ചരിത്രമാണ്. അതിൻ്റെ ഇതിൽ അവർ മുതലെടുക്കുകയായിരുന്നു. അപ്പോൾ അന്ന് കൊടുത്ത വാഗ്ദാനങ്ങൾ അവരുടെ സെക്യൂരിറ്റി കൺസേൺസും ഒക്കെ അമേരിക്കയുടെ ചുമതലയായിരിക്കും, സൗദിയുടെയും ബാക്കിയുള്ള എല്ലാം ആ പ്രദേശത്തെല്ലാം. അപ്പോൾ അതിനായിട്ട് അവിടെ ബേസസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, ഫോഴ്സ് പ്രൊജക്ഷൻ പറ്റുന്നു, അങ്ങനെയുള്ള ഒരു ഇത് വന്നു. എന്നിട്ട് അവരതിൽ ഒരുപാട് കളികൾ കളിച്ചു. അവിടെ ഈ മുസ്ലിം വേൾഡിനെ ഡിവൈഡ് ആൻഡ് റൂൾ ആ സ്ട്രാറ്റജി അനുസരിച്ച് ഇറാൻ ഒരു പ്രതിപക്ഷത്താക്കിയിട്ട് ഇസ്രയേലും ചില രാജ്യങ്ങളെയും കൂടെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഇറാനെ ചെറുത്ത് നിൽക്കുക, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അതായിരുന്നു അവിടുത്തെ ടെൻഷൻ, പ്രധാനമായിട്ടുള്ള ഒരു ടെൻഷൻ. അപ്പോൾ ഇന്ന് ആ ഡോളറിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഇപ്പോൾ ബ്രിക്സിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ബ്രിക്സിലെ ഒരു വലിയൊരു വിഷയം വരാൻ പോകുന്നത്, ഈ ബ്രിക്സ് രാജ്യങ്ങൾ പരസ്പരം കച്ചവടം ചെയ്യുന്നത് ലോക്കൽ കറൻസിയിൽ വേണമെന്നുള്ളത്. അത് ഇന്ത്യക്കും താല്പര്യമുണ്ട്, അത് രൂപയെ ശക്തിപ്പെടുത്തും. ഇപ്പോൾ കണ്ടു വരുന്നത് ഈ ഡോളറുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നാൽ ഇതിങ്ങനെ പതനമാണ്. അപ്പോൾ അത് പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എന്ന് വെച്ചിരുന്നാൽ അയാൾ പെട്രോൾ വാങ്ങും. നമ്മുടെ കാഴ്ചപ്പാട് പതുക്കെ മാറിയൊന്ന്. കാരണം ഒരു 6 മാസം മുമ്പോ മറ്റൊന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സാറിനോട് ഈ ഒരു ചോദ്യം വന്നപ്പോൾ ഡി ഡോളറൈസേഷൻ ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പം സാർ പറയുന്നത് ഇപ്പോൾ അതിൽ മാറ്റം ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ആക്ച്വലി എ സോഫിസ്ട്രി.
ഇതാരും പറയുന്നില്ല, ഇതൊരു പുടിൻ അല്ലാതെ ആരും പറയുന്നില്ല. പുടിനും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഡോളറുമായിട്ട് വിരോധമില്ലെന്ന്. അത് പറയുന്നത് ആരും അപ്പീൽ ചെയ്യത്തില്ലല്ലോ. പക്ഷേ അതേസമയം എല്ലാവരുടെയും മനസ്സിലുണ്ട്, ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ റഷ്യ കണക്കുള്ള ഒരു രാജ്യത്തിൻ്റെ അടുക്ക് അമേരിക്കയ്ക്ക് ചെയ്യാമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പറയുന്നത് ബാങ്കിൽ കിടക്കുന്ന പണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. അത് എത്രയോ ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കിടക്കുകയാണ്, അവരുണ്ടാക്കിയ അവരുടെ വരുമാനമാണ് അത്. ഇത് കാരണം എല്ലാം ഡോളറിൽ ട്രേഡ് ചെയ്യണമെന്നുള്ളത് കണ്ടു മാത്രമാണ് അമേരിക്കയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ന്യൂയോർക്ക് വഴിയാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനായിട്ട് അവരവിടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പിണങ്ങിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ പണം തരാൻ പോകുന്നില്ല എന്ന്. ഇപ്പോൾ വളരെ വ്യക്തമാണ് ആ പണം അവർ തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന്. അപ്പം മറ്റുള്ള രാജ്യങ്ങളും ഇത് കാണത്തല്ലേ. ഇപ്പോൾ ഇന്ത്യയുടെ ഇടയ്ക്ക് ഒരു പെരുമാറിയ എന്താണ്, വളരെ മോശപ്പെട്ട രീതിയിലല്ലേ പെരുമാറിയത്. നമ്മളുടെ ഭാഗത്ത് എന്താണ് കുറ്റം? റഷ്യയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നമ്മളുടെ താല്പര്യത്തിന്, നമ്മൾക്ക് റഷ്യയുമായിട്ടൊരു ബന്ധം ഉള്ളത് നമ്മളുടെ താല്പര്യത്തിനാണ്. അതിന് അവർക്ക് എന്തവകാശമാണ് അത് വേണ്ടെന്നുള്ളത്? അപ്പോൾ ആ തരത്തിലുള്ള പ്രിസ്ക്രിപ്റ്റീവ് പോളിറ്റിക്സ് വരുന്നു. അപ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യവും നമ്മളുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയും ഇറോഡ് ചെയ്യുന്നു. അപ്പോൾ അത് കാരണം അത് മനസ്സിലാക്കിയ വളരെ ഈ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് വാങ്ങാമെങ്കിൽ അത് യുക്തിപൂർവ്വം നമ്മൾ ചെയ്യേണ്ടതല്ലേ? നമ്മളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യമല്ലേ? അത് പാടില്ല. എന്നിട്ട് ഏത് രീതിയിൽ വരെ ഭീഷണി പോയി. ഒരു റിമാർക്ക് ചെയ്തത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ട്രംപ് പറഞ്ഞത് മോഡി ഇത്ര വലിയ ഇതൊന്നും കാണിക്കണ്ട, ഞാൻ വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എനിക്ക് നശിപ്പിക്കാൻ പറ്റും. ഒരു ബ്ലാക്ക് മെയിൽ അല്ലേ? അല്ലല്ല, ബ്ലാക്ക് മെയിൽ അല്ലേ? അത് വേണം നമ്മൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ബ്ലാക്ക് മെയിൽ അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളെ ചൊടിപ്പിച്ചതിന് നമ്മൾ ഈ നഗ്ന യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മുന്നിൽ കണ്ടു തുടങ്ങി. അപ്പോൾ ഈ പഴയ പോക്കിന് അതാണ് ജെ ഡി വാൻസിനെ അയച്ചത്. ജെ ഡി വാൻസ് നമ്മുടെ മരുമകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇന്ത്യക്കാരിയല്ലേ? മരുമകനാണ്. അത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻ്റൽ ഇമോഷണലായിട്ടുള്ള ഒരു ഫീലിംഗ് വരും. ഇന്ത്യക്കാരുടെ സിവിലൈസേഷണൽ ട്രൈറ്റ് അതാണ്. റേഷ്യലായിട്ടുള്ള ഒരു ഫീലിംഗ് അല്ല, ഇത്തരത്തിലുള്ള ഒരു ഇതാണെന്ന് അത് മുതലെടുക്കാനല്ലേ വരുന്നത്. ഇതൊരു ഭീരുവിൻ്റെ പെരുമാറ്റമല്ലേ? എന്താണ് ഈ മോഡിയുമായിട്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ ഒളിച്ചു കളിക്കുന്നത്? ഈ ഘട്ടത്തിൽ അയാൾക്ക് പരാധീനത വന്നിരിക്കുന്നു. അപ്പോൾ അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് എന്ത് സഹായം കിട്ടുമെന്നുള്ളത് നേടാനായിട്ട് വരികയാണ്. ഈ വീരവാദം പറഞ്ഞ വ്യക്തികൾ 3-4 മാസം മുമ്പ് പറഞ്ഞത് ഞങ്ങൾ നശിപ്പിച്ച് കളയും, നിങ്ങളെ ഇക്കോണമിയെ നശിപ്പിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നെല്ലാം പറഞ്ഞത് മോഡിയെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചു പല ഘട്ടങ്ങളിലും. ഇതൊക്കെ വന്നിട്ട് ഇന്ന് എവിടെ എത്തി? നമ്മുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ. അതെ, അതാണ് വന്നത്. അപ്പോൾ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റഫറാണ്. ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പഴയ ഇതല്ലേ ഈ ഡോമിനേഷൻ, അതിന് ഉള്ള പദ്ധതികൾക്ക് ഇന്ത്യ പങ്കാളിയാണോ എന്ന്. നമുക്ക് വളരെ പെട്ടെന്ന് ഗൾഫിലെ മറ്റൊരു സംഭവവികാസം കൂടി ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. മെക്ക പാക്റ്റ് വന്ന് എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യണം. അതിനെ ഒരു ഇസ്ലാമിക് നാറ്റോ എന്ന രീതിയിൽ പോലും വിശേഷിപ്പിക്കുന്നവരുണ്ട്. പാകിസ്ഥാൻ, തുർക്കിയെ, സൗദി അറേബ്യ, ഇവർ 3 പേരും ഒന്നിച്ചേർന്ന് ഒരു ഡിഫൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത് ആരെ ലക്ഷ്യമിട്ടിട്ടാണ്? കാരണം ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ശത്രു ഉണ്ടോ യഥാർത്ഥത്തിൽ? അവർക്ക് 3 പേർ ഇത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് ടർക്കിഷ് പേപ്പറുകൾ വായിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ല ധാരണ ഇന്ത്യയിൽ കിട്ടുമായിരുന്നു. ഞാൻ അംബാസഡറായിരുന്ന രാജ്യമാണ് ടർക്കി. വളരെ 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 ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് കൾച്ചറുള്ള രാജ്യമാണ്. നൂറ്റാണ്ടുകളായിട്ട് ഡിപ്ലോമസി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഓട്ടോമാൻ. ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞു തരാം. ഒരിക്കൽ ഞാൻ ഇസ്ലാമാബാദിൽ ചെന്നിട്ടൊരു മ്യൂസിയം കാണാൻ പോയി. അവിടെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ് അവിടുത്തെ ക്യൂറേറ്റർ. അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ വിഷയം ഒന്ന്, അംബാസഡർ എവിടുന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേരളത്തിനോ മലബാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മലബാറല്ല, ഞാൻ അവിടുന്ന് തെക്കൻ ഇതാണ്. എന്താ മലബാറെന്ന് ചോദിക്കാൻ കാര്യമെന്ന്. അപ്പോൾ പറഞ്ഞു ഇവിടെ മലബാറിലുണ്ടായിരുന്ന ഒരു രാജ്ഞി ഏതോ ഒരു ഘട്ടത്തിൽ ഓട്ടോമാൻ സുൽത്താൻ്റെ അടുത്ത് നിന്ന് സഹായം തേടിയെന്ന്, ഇവിടെ ഫോറിൻ അഗ്രഷനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഫോറിൻ അഗ്രഷൻ എന്ന് വെച്ചാൽ അകത്തുനിന്ന് ഈ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം വന്ന് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്തു. അപ്പോൾ ഈ ആലോചിച്ച് നോക്കുക, ഡിപ്ലോമസി എത്ര ഷൂഡായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ടർക്കി. അവർ ഇത് ഒരു കാലത്തിലും ഒരു ശത്രുതയിലേക്ക് ഇറാനുമായിട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കത്തില്ല. ഈ ഗ്രേറ്റ് പവർ എന്ന് പറഞ്ഞില്ലേ,
അതിൻ്റെ വേറൊരു കമ്പോണൻ്റ് ഇതാണ്: എ ഗ്രേറ്റ് പവർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഹാവ് എ ലോങ് മെമ്മറി. ആ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഉള്ളിലുണ്ട് എല്ലാ സമയത്തും. റഷ്യയ്ക്കുണ്ട്. അപ്പോൾ വളരെ നല്ല ആർക്കൈവ്സ് ഉണ്ട് അവിടെ. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടംപറേനിയസ് ആയിട്ട് ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അവർ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷിക്കാൻ തയ്യാറെടുക്കും. അതിലാണ് അവർ അതിൻ്റെ സൊല്യൂഷൻ ശ്രമിക്കുന്നതും. അപ്പോൾ പേർഷ്യൻ എംപയറും തുർക്കിക് എംപയറും രണ്ടും ക്ലാഷ് ചെയ്തിട്ടുള്ളതാണ് ചരിത്രത്തിൽ. രണ്ടു പേർക്കും അത് കാരണം ക്ഷതമുണ്ടായി. പാശ്ചാത്യ രാജ്യങ്ങൾക്കാണ് അതിൽ മുതലെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ആ ചരിത്രം ആവർത്തിക്കാനായിട്ട് ടർക്കി ഒരിക്കലും ശ്രമിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ടർക്കിഷ് പ്രസ്സുകൾ വായിച്ചിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ധാരണ ഇത് കിട്ടിയത്. ചുരുക്കം പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കൂടുതൽ കഴിയുന്നില്ല. നമുക്ക് എപ്പോഴെങ്കിലും നല്ലതായിരിക്കുമെന്ന് ഞാനിത് നമുക്ക് ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ്. ഇതിൽ ഈ സംഭവം, ഈ ട്രൈപാർട്ടൈറ്റ് അലയൻസ് വരാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള ഡിസൊല്യൂഷൻമെൻ്റാണ്. അമേരിക്ക ഈ വാഗ്ദാനം ചെയ്തു. അതേസമയം ഇന്ന് വളരെ വ്യക്തമാണ്, ആ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ ഈ പ്രതിസന്ധി വന്നപ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധീകരിച്ചു, ഇവരെ മറന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴതിൽ ആ ഒരു വിധേയത്വം ഉണ്ടാക്കി വെച്ചത് ഞങ്ങളുടെ താല്പര്യത്തിനുള്ളതല്ല എന്നവർക്ക് മനസ്സിലായി. അപ്പോഴിനി ഭാവിയിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളും വേണം. അതൊന്ന്. രണ്ടാമത്, അവിടെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ പലത്. ഈ ഇറാൻ്റെ ഇതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചൈന അടുപ്പിച്ചു. പിന്നെ സൗദി അറേബ്യയിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ക്രൗൺ പ്രിൻസ് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സൗദി അറേബ്യയുടെ ഭാവിയെ നിരീക്ഷിക്കുന്നു. അതായത് ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടും റിഫോമിസ്റ്റായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു. സോഷ്യൽ റിഫോംസ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഫുട്ബോൾ മാച്ചുകൾ കാണാം, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വണ്ടി ഓടിക്കാം, ഇത്തരത്തിലുള്ള അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഡക്റ്റ് അല്ല, അവിടെ ഒന്നുമല്ല പഠിച്ചത്, നാട്ടിലെ വിദ്യാഭ്യാസമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ വന്നു. അപ്പോൾ അതെല്ലാം കാരണം സൗദി അറേബ്യ തന്നെ വളരെ മാറിയിരിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഈ യുദ്ധമെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്, നമ്മളുടെ ഈ പ്രശ്നങ്ങൾ ഏതാണ്ട് ഒരു കുടുംബകലഹം പോലെയുള്ളതാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇത് നമ്മൾ തന്നെ പരിഹരിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ നിന്നാണുള്ള തുടക്കം ഈ ഇറാനുമായിട്ട് വീണ്ടും ബന്ധം സ്ഥാപിക്കാനായിട്ട്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് കച്ചവടം ചെയ്യുന്ന ഒരു ആണല്ലോ അവരുടെ നമ്പർ 1 അജണ്ട അവിടുത്തെ. ആ കച്ചവടം ചെയ്യുന്നതിനായിട്ടും അതിന് പ്രയോജനപ്പെടുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കും. ചൈന മാധ്യസ്ഥത വഹിച്ചു, ഇവരെ രണ്ടുപേരെ അടുപ്പിച്ചു. ഇറാനും സൗദി അറേബ്യയും തമ്മിൽ സംസാരിച്ചിരുന്നു. ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആലോചിച്ച് നോക്ക്, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. രണ്ട് മുസ്ലിം രാജ്യങ്ങളും ഡിപ്ലോമാറ്റിക് റിലേഷൻസ് പോലും ഇല്ല. ഇറാനിലുള്ള ആളുകൾക്ക് ഒന്ന് മെക്കയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പോലും അവസരം കിട്ടത്തില്ല. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ വേറൊരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി സമയമെടുക്കും ഇത് ഈ സെക്ടേറിയൻ ഇതെന്നെല്ലാം പറഞ്ഞാൽ. പക്ഷേ ഇന്നിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഷിയ സുന്നി എന്നുള്ള ആ ഒരു ചിന്താഗതി അല്ലാതെ 99% ആളുകൾക്കും ആ പ്രദേശത്തുള്ള ആളുകൾക്കും ഈ ഇറാൻ്റെ വിജയത്തിൽ സന്തോഷമുണ്ട്. ഇത് ഒരു ഇസ്ലാമിൻ്റെ ഒരു വിജയമാണ് എന്നുള്ള ഒരു വായനകൾ ഉണ്ടാകും, സന്തോഷം വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു സൈഡ് ഷോ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അതെടുക്കുമ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് ഈ ഡിപ്ലോമാറ്റിക് തലത്തിൽ അതിൻ്റെ പ്രതിച്ഛായ കാണുന്നത് ഏത് രീതിയിലാണ്? ആ പ്രദേശം ആരുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ മാത്രം ചങ്ങാത്യം പിടിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള ആ ഒരു ചിന്താഗതി അവരുടെ താല്പര്യത്തിനുള്ളതല്ല. അപ്പോൾ ഈ അലയൻസിലോട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണുന്നത്, ഞാൻ പ്രവചിക്കാം, അതേ ചെയ്യാൻ പറ്റുള്ളൂ ഇന്നത്തെ ഘട്ടത്തിൽ. അത് നമുക്ക് വേണമെങ്കിൽ ഒരു വർഷം കഴിയുന്നതിനിടയിൽ ഇത് മുഴുവൻ, ഞാൻ പറയുന്ന മുഴുവൻ ഇതുപോലെ വരും കേട്ടോ. ഇത് അവർ അടുത്ത ശ്രമം നടത്താൻ പോകുന്നത് ഇറാനെ ഇതിലോട്ട് ഉൾപ്പെടുത്താനായിരിക്കും. ഇറാനിലെ ഇതിൽ എനിക്കൊരു
30-35 വർഷമായിട്ട് അറിയാവുന്ന ഒരു ഇറാനിയൻ ഡിപ്ലോമാറ്റുണ്ട്. വളരെ 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 ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സമർത്ഥനായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റാണ് അയാൾ. ഹീസ് എ തിങ്കർ. ഇവിടെ മുഴുവനും കറുത്ത മാർക്കുണ്ട്. ഡീപ്പ് റിലീജിയോസിറ്റി. നമാസ് പറയുന്നതാണ്. എല്ലാം ദിവസവും വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് കൃത്യമായിട്ട് നമാസ് പറഞ്ഞിട്ടുള്ള ഒരു മഹാനാണ് അദ്ദേഹം. ഈവൻ ദോ എ ഡിപ്ലോമാറ്റ്. ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കും. അയാളൊരു ലേഖനം എഴുതി. അയാളുടെ ഈ ലേഖനം എഴുതിയതിൽ അപ്പോൾ എനിക്ക് നല്ലോണം പരിചയമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന എപ്പോഴും ഒരു പൂർത്തീകരിക്കത്തില്ല. അറ്റത്ത് കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അതൊരു പേർഷ്യൻ കൾച്ചറാണ്. എന്നിട്ട് ദേ ലീവ് ഇറ്റ് ടു യു ടു ഡ്രോ ദ കൺക്ലൂഷൻസ്. അതെ. അല്ലെങ്കിൽ അതൊരു എന്താ പറയുന്നത്, അതൊരു ക്രൂഡ് അപ്രോച്ചാണ്. ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുക എന്നുള്ളത്. അങ്ങനെ പറയുകയല്ല, ഇങ്ങനെ വന്നിട്ട് അത് മുഴുവനും പൂർത്തീകരിക്കാതെ അവിടെ ഇട്ടിട്ട് പോകും. അതിൽ നിന്ന് നമ്മൾ അനുമാനിച്ചോളണം എന്താണ്. ചെറിയൊരു പേർഷ്യൻ കവിത പോലെ ആയിരിക്കും അങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് ലേഖനത്തിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് അവർ ഇതുമായിട്ട് ബന്ധപ്പെടാനായിട്ട് തയ്യാറെടുക്കുകയാണെന്ന്. അപ്പോൾ ഈ ഇറാനിലെ പാകിസ്ഥാനിലെ ഫോറിൻ മിനിസ്റ്റർ ഇറാനിലെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ആൻറ്റി ഇറാൻ മൂവ്. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ്, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് ഇത് ആർക്കും എതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പാകിസ്ഥാൻ ചൂഷണം ചെയ്ത് ഇന്ത്യയുടെ അടുക്ക യുദ്ധത്തിന് വരുമെന്നാണ്. തെറ്റാണ്. ഇത് പാകിസ്ഥാൻ, ഇത് നമുക്ക് ശരിക്ക് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ദിസ് ക്യാൻ ബി എ ഫാക്ടർ ഓഫ് സ്റ്റെബിലിറ്റി, റീജിയണൽ സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. എന്ന് വെച്ചാൽ നമുക്ക് ബന്ധമുള്ള രാജ്യങ്ങളാണ് സൗദി അറേബ്യയും ടർക്കിയും. ഇറാനുമായിട്ടും നമുക്ക് ബന്ധമുണ്ട്. അവർക്ക് പാകിസ്ഥാൻ മേലിൽ സ്വാധീനം കൂടും ഇത്തരത്തിലുള്ള ഒരു പാക്റ്റിൻ്റെ ഫ്രെയിം വർക്കിൽ. അപ്പോൾ അവർക്ക് ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ചെയ്യുന്നതിൽ യാതൊന്നും നേടാനില്ല, അതിനൊരു താല്പര്യവുമില്ല. അപ്പോൾ അതിനെല്ലാം ബുദ്ധിപൂർവ്വം നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഈ അവസരം പാഴാക്കരുത്. ഇപ്പോൾ ഈ സമയത്ത് JD വാൻസും നെതന്യാഹുവും വന്ന് അതും പറയും. അതിൽ വീഴരുത്. ഇത് ഞാൻ ഡൽഹിയിലുള്ള ആളുകൾക്ക് വേണ്ടി ഞാനിത് സമർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നോ നാളെ ഇത് എഴുതാൻ പോവുകയാണ് കേട്ടോ, ഈ JD വാൻസിൻ്റെ ഈ സംഭാഷണത്തെക്കുറിച്ച്. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ടത്. നമ്മളെ മുതലെടുക്കുന്നതിനായിട്ട് ഈ ആളുകൾ വരുന്നത് നല്ല ഉദ്ദേശങ്ങളോടുകൂടിയല്ല, ഉദ്ദേശശുദ്ധിയില്ല. അപ്പോഴതുകൊണ്ട് ഇതിനെ നമ്മൾ ഡിസ്പാഷനേറ്റായിട്ടും ഒബ്ജക്റ്റീവായിട്ടും നിരീക്ഷിച്ചിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ടും മുന്നിലോട്ട് നോക്കിയും അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് അവരുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി ഡിഫൈൻ ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതവർക്ക് വേണം. അതങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ കാണേണ്ടത്. ഈ ഗൾഫ് രാജ്യങ്ങളെ ഒന്ന് ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒന്ന് വായിക്കാൻ ശ്രമിക്കുമ്പോൾ സൗദി അറേബ്യയും UAEയും തമ്മിൽ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ശീതസമരങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് അവർ ഇന്നത്തെ സംഭവങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഒന്ന്, സൗദി ഒരു കാരണവശാലും ഒരു അഗ്രസീവായിട്ടുള്ള സ്റ്റാൻസ് ഇത്തവണ എടുത്തിട്ടില്ല. അവരുടെ ബേസ് അവിടെ സൗദിയിലുള്ള അമേരിക്കൻ ബേസുകൾ ഉപയോഗിച്ച് ഹോർമൂസ് തുറക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞു എന്നാണ് അമേരിക്കക്കാർ തന്നെ അവരുടെ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നത്. സൗദിയുടെ നിസ്സഹകരണം പോലെ അവർ പറഞ്ഞിരുന്നു. പക്ഷെ അതേസമയം UAE ആവട്ടെ ഇറാനോട് തിരിച്ച് മറുപടി കൊടുത്തുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്തിരുന്നു. UAEയിലേക്കുള്ള ഇറാൻ ആക്രമണത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടിയുള്ള ടോക്കണിസം ആയിരിക്കാം, എങ്കിലും അവർ ചെയ്തിരുന്നു. ഇസ്രായേലിനോട് വളരെ ആക്റ്റീവായിട്ടുള്ള റിലേഷൻ UAE ഇപ്പോൾ പുലർത്തുന്നു എന്നും മനസ്സിലാക്കുന്നു. അപ്പം ഈ രണ്ട് ബ്രദർലി ആയിട്ട് കരുതിയിരുന്ന രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ഗൾഫിൽ ഒരു മത്സരം രൂപപ്പെടുന്നുണ്ടോ? സാർ എങ്ങനെയാണ് അത് കാണുന്നത്? അവിടെയുള്ള ബാക്കിയുള്ള എൻറ്റിറ്റീസ്, റീജിയണൽ സ്റ്റേറ്റ്സിനെ എടുക്കുകയാണെങ്കിൽ UAEയുടെ ഒരു പ്രത്യേകതയുള്ളത്, അത് അവിടെ ഒരു ഫെഡറൽ കൾച്ചറുണ്ട്. ഫെഡറൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ ദുബായിലിരിക്കുന്നയാളും 7 പേരുണ്ടല്ലോ അവിടെ, അവർക്ക് എമിറാറ്റികൾ അവർക്ക് ഒരു കോൺസെൻസസ് വേണം. കോൺസെൻസസ് ഇല്ലാതെ ഈ ഷെയ്ഖ് സായിദൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാണെങ്കിൽ അതിൻ്റെ റെപ്പർക്കഷൻസ് ഉണ്ടാകും അവിടെ ആ സ്ഥലത്ത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ നാഷണൽ ഐഡിയോളജി സത്യത്തിൽ എടുക്കുകയാണെങ്കിൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നാഷണൽ ഐഡിയോളജി അതാണ്.
ഇപ്പോൾ ആ രാജ്യത്തിന് മുഴുവൻ എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഒരു പ്രത്യേകതയുള്ളത് അവിടുത്തെ നേറ്റീവ് പോപ്പുലേഷൻ 10%. മൊത്തത്തിലുള്ള പോപ്പുലേഷൻ എടുക്കുന്നതിലെ 10% അറബികളുള്ളൂ. അപ്പോൾ ഇത്രയധികം ഫോറിനേഴ്സാണ് അവിടെ ജീവിക്കുന്നതും ഫോറിനേഴ്സാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാം. അപ്പോഴവരുടെ നയങ്ങൾ പോകുന്നത് ഈ രീതിയിൽ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അവർ ഈ ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും കയറി ഇടപെടാൻ പോകുന്നില്ല. അതാണ് നിശബ്ദത പാലിക്കുന്നത്. ഞാനൊരു രഹസ്യം ഞാൻ പറയാം. അവർ സൗദി അറേബ്യയും എല്ലാം കവച്ചു വെച്ച് ഇറാനുമായിട്ട് റെക്കൺസിലിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിലവിൽ. എന്നിട്ട് അതിൽ നിന്ന് അവർ മാറിയിരിക്കുകയാണ്. രണ്ട് കക്ഷികളും സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ച്. അതേ ഉള്ളൂ അതിലുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം ഒമാനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒമാനും ഇതുപോലെയുള്ളൊരു രാജ്യമാണ്. അവരുടേതായിട്ടുള്ള ചിന്താഗതിയുണ്ട്. തൊട്ടടുത്ത് കിടക്കുകയാണെങ്കിലും സൗദി അറേബ്യയുടെ അവർ ഇതുണ്ട്. അപ്പം ഇത് അവിടെ നടക്കുന്നത് ആ പ്രദേശത്തെ രാഷ്ട്രീയം നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ഒരു കൺഫ്രണ്ടേഷനിസ്റ്റായിട്ടുള്ള ഇമ്മച്യൂറായിട്ടുള്ള ഇമ്പൾസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല. അവർക്കും ചിന്തിക്കാൻ കഴിയുന്നുണ്ട്, അവർക്കും മനസ്സിലാവുന്നുണ്ട് എന്താണ് നടക്കുന്നതെന്നുള്ളത്. പക്ഷേ അമേരിക്ക വളരെ ഓവർ പവറിങ് പ്രസൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് അത് ഡാമേജ്ഡ് ഗുഡായി അമേരിക്ക. ഇറ്റ്സ് എ ഡാമേജ് ഗുഡ് അവിടെ. അപ്പോൾ അവരുടെ പഴയ പ്രസ്റ്റീജ് ഇല്ലാതായി. അത് കാരണം അവരുടെ പഴയ സ്വാധീനം അവർക്കില്ലാതായി. അപ്പോൾ ഇവർക്കൊരു അവസരം കിട്ടുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഈ അമേരിക്കയുടെ സാങ്ഷൻസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള വഴി തുറന്നു കൊടുത്തത് ഇറാനായിട്ട്. അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എല്ലാം അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്ങനെ? UAE വഴി സ്മഗിൾ ചെയ്ത്. അതാണ് UAE. സത്യത്തിൽ ദുബായ് എന്ന് പറയുന്നതാണ് അവരുടെ വിൻഡോ. അവർക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇന്ന് റഷ്യക്കാരും അത് ഉപയോഗിക്കുന്നുണ്ട്. റഷ്യക്കാരും ഇതേ മോഡൽ, ഇറാൻ്റെ മോഡലിൽ തന്നെ അവർ ചെയ്യുന്നു. അതാണ് UAE സത്യത്തിൽ. അപ്പോൾ നമ്മൾക്ക് തന്നെയാണെങ്കിലും അവിടുത്തെ ഈ മതം അങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടെ അമ്പലം ഉണ്ടാക്കാൻ വേണം, അമ്പലം ഉണ്ടാക്കി നിശ്ചയിച്ചോളൂ. ഞങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് വലിയ താല്പര്യമാണ്. അത് അവരെ സംബന്ധിച്ചോളം കൂടുതൽ പ്രസക്തിയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൗദി അറേബ്യ എമിറേറ്റ് റൈവൽറി എന്ന് പറയുന്നത് മനസ്സിലുണ്ടായിരിക്കാം. സൗദി അറേബ്യയുടെ ഈ പോക്ക് കാണുന്നതിൽ UAEക്ക് ഒരു അണീസ് ഉണ്ടാകാം. എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് ഒരു വളരെ വലിയ ശക്തിയാകാൻ പറ്റും സൗദി അറേബ്യയ്ക്ക്. ഇദ്ദേഹത്തിൻ്റെ ഈ ക്രൗൺ പ്രിൻസിൻ്റെ പ്രോഗ്രാം വിജയിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു അംബിഷ്യസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അത് വരുന്ന സമയത്ത് അതിൻ്റെ തരംഗങ്ങൾ ആ പ്രദേശത്ത് മുഴുവൻ ഉണ്ടാകും. അപ്പോൾ ഈ UAEക്ക് പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള ഒരു പോക്കിന് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പരോക്ഷമായിട്ടുള്ള ഈ പ്രോ ഇസ്രയേലി സ്റ്റാൻസും പ്രോ വെസ്റ്റേൺ സ്റ്റാൻസും ഒക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ എല്ലായിടത്തും നമ്മൾ കണ്ടില്ലേ, ഈ റിഫോം തുടങ്ങുമ്പോൾ ഉള്ള അന്തരീക്ഷമല്ല റിഫോം മുന്നോട്ട് പോകുമ്പോൾ. എന്നിട്ട് റിഫോം എൻ്റെ ഒരു അന്തിമ ഘട്ടത്തിൽ എത്തുമ്പോഴേക്ക് സിറ്റുവേഷൻ മുഴുവനും മാറി മറിയും. അപ്പോൾ ഈ ക്രൗൺ പ്രിൻസ് അതിനുള്ള തയ്യാറെടുപ്പുകളുണ്ട്. അദ്ദേഹം തയ്യാറെടുക്കുന്നുണ്ട്. അടുത്ത രാജാവായിട്ട് അവിടെ വരികയാണെങ്കിൽ വളരെ കാലം ആ പൊസിഷനിൽ തുടരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഇതാണ്. വലിയ സ്റ്റെബിലിറ്റി വരുന്നു. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് UAEയുടേതായിട്ടുള്ള ഫ്രെജിലിറ്റി ഉണ്ട്. അതാണ് ചുരുക്കം പറഞ്ഞാൽ. അവിടെ ഫോറിനേഴ്സ് ഒരുപാട് വലിയൊരു പ്രസൻസാണ് ആ രാജ്യത്ത്. അതിൻ്റെ സെക്യൂരിറ്റി ഇംപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ആ ഫോറിനേഴ്സിൽ ഒരു വലിയ ഭാഗം പാലസ്തീനിയൻസുമാണ്. ഇതിനിടെ ഞാൻ വായിച്ചത് UAE സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അവർ കാണുന്നത് ഇസ്ലാമിക് ബ്രദർഹുഡ് പ്രത്യയശാസ്ത്രം. അതെ, കണ്ടോ. അപ്പോൾ ഇതാണോ ഒരു 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 ആ പ്രദേശത്തിൻ്റെ DNA എന്ന് പറയുന്ന ഇതാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് UAE ഒരു പ്രത്യേകിച്ച് ഒരു പോക്കാണ് അത് കേട്ടോ. അത് എത്ര നാൾ ഈ രീതിയിൽ പോകാൻ കഴിയുമെന്നുള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതൊരു വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയല്ല. വേറെ താല്പര്യങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ടും പണമുണ്ടാക്കുന്നതിന് എല്ലാം പണച്ചാക്കുകളുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പോക്ക്. ഇറ്റ് ഈസ് വെരി അൺനാച്ചുറൽ. പക്ഷെ ഇത് സൗദിയുമായിട്ടുള്ള മത്സരങ്ങൾ, അത് ആയുധ മത്സരങ്ങളിൽ പോലും, ഇപ്പോൾ സുഡാനിലാവട്ടെ, അതുമല്ലെങ്കിൽ യമനിൽ, അതൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഇതിൽ ബാക്കിയുള്ള കക്ഷികൾ ഇതിനെ സ്ക്രൂ കയറ്റുന്നുണ്ട്. അതുമാണ്. അപ്പോൾ ഈ അങ്ങനത്തെ സുഡാനിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ.
സത്യം പറയുകയാണെങ്കിൽ വളരെ അങ്ങനെ ഒരു ഫ്ലാഷ് പോയിന്റ് ഒന്നും അല്ല അത് കേട്ടോ. എന്താ അതല്ലെങ്കിൽ പറയുക, ഇപ്പോൾ സ്വരച്ചേർച്ച ഉണ്ടായിട്ടുണ്ട്. യമനികളിൽ യമൻ പ്രദേശത്ത് സദേൺ റഷീമിന് ആയുധം കൊടുത്തുകൊണ്ടിരുന്ന UAE ആയുധം കൊണ്ടുവന്നിരുന്ന കപ്പലിനെ സൗദി വന്ന് ബോംബിടുകയാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പം ഇവർ തമ്മിൽ എന്തൊക്കെ ഒരു മത്സരം ഇനി ഉണ്ടാവാണ്ടിരിക്കുന്നു. ഇനി അതായിരിക്കും ഭാവി ഗൾഫിനെ മാറ്റിമറിക്കാൻ പോകുന്നൊരു പ്രതീതിയുണ്ട്. ഇപ്പം ഗൾഫ് കോപ്പറേറ്റീവ് കൗൺസിലിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുന്നു, കോപ്പറേഷൻ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു തോന്നൽ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവാം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ. UAEക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ ഉത്കണ്ഠകൾ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഒരു ആലോചിച്ച് നോക്കൂ, 10% ആളുകളാണ് അറബ്സ് പോപ്പുലേഷൻ. അപ്പോൾ അവരുടെ നാഷണൽ കോൺസെൻസസ് രൂപീകരിക്കുന്നത് എങ്ങനെ രൂപീകരിക്കാൻ പറ്റും? ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും സത്യം പറയുകയാണെങ്കിൽ ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് പറയുന്നില്ല, അവിടെ എന്താ നടക്കുന്നത്? വീക്കെൻഡ്സിൽ എൻ്റർടൈൻമെൻ്റായിട്ട് പ്ലെയിനുകളിൽ വി ലീവ് ഇറ്റ് ഓപ്പൺ. അതാണ്. അപ്പോൾ ഇത് ഒരു മുസ്ലിം രാജ്യത്തിൽ പൊരുത്തപ്പെടുന്ന ഒരു കാര്യമാണോ? ഒരു രാജ്യത്തിനും പൊരുത്തപ്പെടുന്ന ഒരു കാര്യമാണോ? അല്ല. അവിടെ അപ്പോൾ അത് കാരണമല്ല ഒരു പരിധിവരെ ഇത് മുന്നോട്ട് പോകാൻ പറ്റും, അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് അവരുടെ അങ്കലാപ്പതാണ് അവിടെ ഉള്ളത്. അത് ഫിനോമിനലി വെൽത്തി കൺട്രി. ഇതുവരെ അത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അന്നത്തെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ ഉണ്ടായിരുന്ന കോൺഫ്രണ്ടേഷനിസ്റ്റ് പൊളിറ്റിക്സിൽ അവർക്ക് അതിനായിട്ടുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ വരും. ടർക്കിക്ക് UAEയെക്കുറിച്ച് ഇതിനും വലിയ പ്രശ്നമുണ്ട്. മറ്റേ അവിടെ ഒരു കൂ ഉണ്ടാക്കിയില്ലേ ടർക്കിയിൽ 2015 മിലിറ്ററി കൂ. അതിൻ്റെ സ്റ്റേജ് മാനേജ് ചെയ്തത് UAEയിൽ നിന്നായിരുന്നു. അവർ അർദുവാൻ അത് ഓപ്പണായിട്ട് പറഞ്ഞു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടായിരുന്നത് എർദുവാനെയും കുടുംബത്തിനെയും വധിക്കുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു ചെയ്തത്. ഇസ്രായേലിൻ്റെയും പിന്തുണ ഉണ്ടായിരുന്നു അതിന്. അങ്ങനെയാണ് ഈ എർദുവാൻ, അത് കാരണമാണ് എർദുവാൻ ഇസ്രായേലിനെയും അമേരിക്കയും കുറച്ച് ദൂരെയാക്കിയത് അവരുടെ അടുത്തുനിന്ന്. ഇസ്രായേൽ അവിടെ ഒരു വളരെ വലിയ, ഞാനവിടെ അംബാസഡർ ആയിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഒരു എംബസി ഇസ്രായേലി എംബസി ആയിരുന്നു. അപ്പോൾ ഈ ആഴ്ച DD ടോക്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു സവിശേഷ വ്യക്തിത്വവും അനുഭവവുമായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും നമസ്കാരം.